വീക്ക് സ്ക്രിപ്റ്റ് ആണോ? മിക്കവാറും ഇന്ത്യൻ 3 ആയിരിക്കും കയറാൻ പോകുന്നത്. പടം പോറായിപ്പോയി, കയ്യിൽ നിന്ന് പോയി. ശങ്കറൊക്കെ ഇത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന് വിചാരിച്ചില്ല, ഭയങ്കര മൂഞ്ചിയോളായി പോയി. സുജാതയുടെ മരണത്തിന് ശേഷമുള്ള ചിത്രങ്ങൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത് കൊള്ളാം നല്ല സിനിമ. ഇന്ത്യൻ സിനിമ നമ്മൾ കണ്ടിട്ട് ഇന്ത്യൻ 2 വരുമ്പം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഇന്ത്യൻ 2 ബേസിക്കലി ഇപ്പോഴത്തെ ഒരു കുറേ ഫാഷൻ മോഡലൊക്കെ വെച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2 ഭയങ്കര ബോറിംഗ് ആണ്. ഇന്ത്യൻ 3 പറഞ്ഞുണ്ട്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ബോറാണ്. റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. ഇന്ത്യൻ 3 ബാക്കി പറഞ്ഞു. എടുത്തു പറയുടെ കമലഹാസൻ തന്നെ ഈ പ്രായത്തിൻ്റെ ആവശ്യം അവർ നോക്കുന്നുണ്ട്. അതിൻ്റെ ഫിസിക്കായാലും എന്തായാലും കുഴപ്പമില്ല, നല്ല പടമാണ്, കുഴപ്പമില്ല. ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അല്ലാതെ വന്നിരുന്ന് കണ്ട കുഴപ്പമില്ല. കമലഹാസനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തേർഡ് പാർട്ട് അടുത്ത വർഷം എന്നാണ് പറയുന്നത്. കൊള്ളാം, എന്നാലും ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല പടം പോറായിപ്പോയി, കയ്യിൽ നിന്ന് പോയി. എഡിറ്റിംഗ് ഒന്നും ശരിയായില്ല. അന്നും അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊക്കെ ഭയങ്കര ബോറ്. സ്റ്റോറിയേ ഇല്ല. വിശ്വരൂപം 2 ഒക്കെ കണ്ട വന്നിറങ്ങിയ ഒരവസ്ഥയാണ്. കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. ரொம்ப நல்லா இருக்குண்ணா, சூப்பராக இருக்குண்ணா. எதடா சொல்கிறது, இல்லைண்ணா நல்லா தான் இருக்குது. 3 இதை விட സൂപ്പറാக இருக்குது. ശങ്കറൊക്കെ ഇത്ര ഔട്ട്ഡേറ്റഡ് ആണെന്ന് വിചാരിച്ചില്ല, ഭയങ്കര മൂഞ്ചിയോളായി പോയി. ഒട്ടും കൊള്ളത്തില്ല. ഉറങ്ങിയൊന്നുമില്ല, കണ്ടുകൊണ്ടിരുന്നു, പക്ഷേ സഹിക്കാൻ പറ്റത്തില്ല. ഒരു ലോജിക്കും ഇല്ല, ഭയങ്കര മൂഞ്ചിയോളായി പോയി. കുഴപ്പമില്ല, നല്ല പടം. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. ആക്ഷൻ എല്ലാം കൊള്ളാം. നല്ല പടം. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെക്കായി ഈ സെക്കൻഡ് പാർട്ട് നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. പക്ഷേ അത് ഇനി അടുത്ത പാർട്ടിൽ, ശങ്കറിൻ്റെ അടുത്ത പാർട്ടിൽ അത് കവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും കൂടിയുണ്ട്. നല്ല ഒരു ഇതിലെടുത്തിട്ടുണ്ട്. പക്ഷേ അടുത്ത പാർട്ട് ആണ് അതിൻ്റെ ഫൈനൽ സാധനം. ഇതിൽ കുറേ നെഗറ്റീവ് തോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് പക്ഷേ ക്യാരക്ടർ കൊള്ളാം. കമലഹാസൻ്റെ ആ ഫസ്റ്റ് പാർട്ടിൻ്റെയും ഇതും വെച്ച് നോക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ. വീക്ക് സ്ക്രിപ്റ്റ് ആണോ? ഒട്ടും പ്രതീക്ഷ കണക്കല്ല. മിക്കവാറും ഇന്ത്യൻ 3 ആയിരിക്കും കയറാൻ പോകുന്നത്. അല്ലാതെ വേറെ അനിരുദ്ധിൻ്റെ ആ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. വളരെ മോശമാണ്. ജസ്റ്റ് തേർഡ് പാർട്ടിന് വേണ്ടി ഒരു സ്റ്റാർട്ടിങ് പോലെ എടുത്തേക്കുന്നതെന്ന് തോന്നുന്നത്. 1 ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. സംഭവം പോയി, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ശങ്കർ അല്ല ഈ ഫിലിം ഡയറക്ടർ. ശങ്കറാണെന്ന് ഒരിക്കലും വിശ്വസിക്കൂല. സംഭവം ഈ വർഷം ഈ കാലഘട്ടത്തിലൊക്കെ ഈ സെയിം പാറ്റേൺ വെച്ചുകൊണ്ട് വന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇത് കയ്യിൽ നിന്ന് പോയി, അത്രയ്ക്ക് വിഷമമുണ്ട്. പിന്നെ ആകപ്പാടെ എന്തെങ്കിലും പറയുള്ളത് അനിരുദ്ധിൻ്റെ ബീജം ആണെങ്കിൽ കണ്ടോണ്ടിരിക്കാം. പിന്നെ തേർഡ് പാർട്ടിന് ഗ്ലിംസ് ഉണ്ട്, പക്ഷെ അത് കാണാനൊന്നും ആരും നിന്നില്ല, എല്ലാവരും പോയി. ഇന്ത്യൻ 2 എന്ന് പറയുന്നത് കമൽഹാസൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ 3 ആണ് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നുന്നു ഇന്ത്യൻ 3 ട്രെയിലർ കാണും. പിന്നെ ഇതിൽ പറയാൻ ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഇതിൽ ഇന്ത്യൻ ദാദാൻ്റെ സ്റ്റണ്ടുണ്ട്, 6 പാക്കിലൊക്കെ വേണം സ്റ്റണ്ടുണ്ട്, അതൊരിക്കലും ദഹിക്കൂല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാലും ഷെയർമാൻ്റെ മ്യൂസിക്കിൽ വരുന്നുണ്ട്. അത് വരുമ്പോൾ മാത്രം കുറച്ച് ഗൂസ് ബംസ് ഉണ്ട് ആ പഴയ മ്യൂസിക് കേൾക്കുമ്പോൾ. ഇത് അനിരുദ്ധിൻ്റെ മ്യൂസിക് എനിക്ക് അത്ര വർക്കഡായിട്ട് തോന്നിയിട്ടില്ല. അതാണ് മെയിനായിട്ട്. വർത്ത് വാച്ച് എന്നൊന്നും പറയാൻ പറ്റില്ല, 1 ടൈം വാച്ചബിൾ എന്ന് പറയാൻ പറ്റും. പിന്നെ പ്രതീക്ഷയുള്ള ഇന്ത്യൻ 3 ആണ്. ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. സിനിമ കൊള്ളാം. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നാൽ മതി. കൊള്ളാം. ആവറേജ് ഒരു നോർമൽ ആവറേജ്. അടിപൊളി പടം കേട്ടോ. ഇനി അടുത്ത തേർഡ് പാർട്ടായിരിക്കും മെയിൻ കഥ വരുന്നത്. അടിപൊളി ചേട്ടാ കൊള്ളൂല കേട്ടോ. ഭയങ്കര അലമ്പ് കേട്ടോ. ഭയങ്കര അലമ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ 1 ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇന്ത്യൻ 2 എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വെറുതെ ഈ ശങ്കർ വളർന്ന് വലുതാവേണ്ട സമയം കഴിഞ്ഞു. ചുമ്മാ ഈ ഓരോന്നിങ്ങനെ എടുത്തു വെച്ച് 2.0 എന്തിരൻ 2.0 ചെയ്തതിൻ്റെ അതേ അവസ്ഥ. ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് ഓവർ എക്സാജറേറ്റ് ചെയ്ത് കുറേ സാധനവും കാണിച്ച് ഉള്ള സിദ്ധാർത്ഥ് അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടറുള്ള സിദ്ധാർത്ഥിൻ്റെ ഒരു ഫാമിലി കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ ബീജിയം സ്ഥിരം സാധനമാണെങ്കിൽ പോലും കൊള്ളാം. പക്ഷേ ഇതിലെന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് സെൻസർ ബോർഡ്. കമലഹാസൻ്റെ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ കിടിലൊരു സാധനം കിട്ടിയതായിരുന്നു. ഇത് വെറുതെ ഇന്ത്യൻ 3 ചുമ്മാ ഒരു പടമായിരിക്കും, കൊള്ളൂല. പോരാ, ഡിസപ്പോയിൻറ്റിങ് മൂവി. ബിക്കോസ് സ്ക്രിപ്റ്റ് വളരെ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ശങ്കറിൻ്റെ സീൻസിൻ്റെ റിച്ച്നെസ്സും സ്റ്റൈലിഷ് മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്, മുൻകാല ചിത്രങ്ങൾ പോലെ തന്നെ ആസ് യൂഷ്വൽ. കമൽഹാസൻ ഓൾസോ ഹി ഡൺ ഹിസ് ബെസ്റ്റ്, ബട്ട് സ്ക്രിപ്റ്റ് ഈസ് വെരി വീക്ക്. അത് അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് ശങ്കറിൻ്റെ മുൻകാല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കമ്പാനിയായിരുന്ന സുജാതയുടെ ഒരു അഭാവം തന്നെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ അതിനുശേഷം സുജാതയുടെ മരണത്തിന് ശേഷമുള്ള ചിത്രങ്ങൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇതും അത് തന്നെയാണ്, സ്ക്രിപ്റ്റ് വെരി വീക്കാണ്, അതാണ് പ്രശ്നം.